നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമീൻസിലെ ഒരു റിയാക്ഷനാണ് ഈ വർഷത്തിൻ്റെ പ്രിഡിക്ഷനാണ് കാർബൈലമീൻ ടെസ്റ്റ്. കാർബൈലമീൻ ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. കാർബൈലമീൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി അമീൻ ആൻഡ് സെക്കൻഡറി ടെർഷറി. കാരണം സെക്കൻഡറിയും ടെർഷറി അമീനും കാർബൈലമീൻ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യൂല, പ്രൈമറി സാറ്റിസ്ഫൈ ചെയ്യും. അതും പ്രൈമറി ആരോമാറ്റിക്കും സാറ്റിസ്ഫൈ ചെയ്യും, ആലിഫാറ്റിക്കും. ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ അമീന്, ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ വരുന്നതാണ് ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ. ഈ രണ്ടുപേരും എന്ത് ചെയ്യും? നമ്മളെ കാർബൈലമീൻ ടെസ്റ്റ് സാറ്റിസ്ഫൈ. കാർബൈലമീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ആരെ എടുക്കുക, അമീനെ എടുക്കുക. ഓക്കെ, അത് ക്ലോറോഫോമോ ആയിട്ട് റിയാക്ട് ചെയ്യുക. CHCl3 ആണ് ക്ലോറോഫോം. ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എത്തനോളി KOH ആരോ ഒന്ന് എടുക്കാം, KOH കൊടുക്കാം, NaOH കൊടുക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, KOH എടുക്കാം. ബൈ പ്രോഡക്റ്റ് KClH2 അതൊന്നും നോക്കണ്ട. മെയിൻ പ്രോഡക്റ്റ് എഴുതാൻ ഞാൻ പഠിപ്പിച്ചിട്ട് കുട്ടികളെ, മെയിൻ പ്രോഡക്റ്റ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഉള്ള H2 പകരം ഒരു C അങ്ങ് ഇട്ട് കൊടുക്കുക, CH3LC. ഷോർട്ട് കട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ അറിയാം. ഇപ്പൊ ഷോർട്ട് ആയിട്ട് പഠിക്കാം. കാർബൈലമീൻ ടെസ്റ്റിൽ ഇവിടെയുള്ള ഹൈഡ്രജന് പോലെ ഒരു C അങ്ങ് ചേർക്കുക, NC. CN വന്നാൽ സയനൈഡ്, NC വന്നാൽ ഐസോസയനൈഡ്. അപ്പൊ നിങ്ങൾ മീഥൈൽ അമീൻ എടുത്താൽ മീഥൈൽ ഐസോസയനൈഡ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഉള്ള NH2 H2 പകരം നിങ്ങൾ ആരെ ആഡ് ചെയ്താൽ മതി, ഒരു C അങ്ങ് ചേർക്കുക, ഒരു കാർബൺ അങ്ങ് ഇട്ട് കൊടുക്കാം, അപ്പൊ NC എന്ന് കിട്ടും. അതാണ് പ്രോഡക്റ്റ്. ഇങ്ങനെ പഠിച്ചാൽ മതി നാളത്തെ എക്സാമിനേഷന്. ബൈ പ്രോഡക്റ്റ് ഒക്കെ വെച്ച് പറയേണ്ടതുണ്ട്, അത് വേണ്ട, ഈ ഷോർട്ട് കട്ടിൽ പഠിക്കാം. എന്നാൽ ഇതാണ് നിങ്ങളെ റിയാക്ടിനെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങളെ കമന്റ് ചെയ്യുക. ഇതാണ് കാർബൈലമീൻ ടെസ്റ്റ്. ആലിഫാറ്റിക് ആരോമാറ്റിക് പ്രൈമറി അമീൻ സാറ്റിസ്ഫൈ ചെയ്യും, സെക്കൻഡറി ടെർഷറി സാറ്റിസ്ഫൈ ചെയ്യൂല, ഇവൻ സാറ്റിസ്ഫൈ ചെയ്യും, സെക്കൻഡറി ടെർഷറി സാറ്റിസ്ഫൈ ചെയ്യൂല. ഇതിന്റെ ആൻസർ നിങ്ങളെ കമന്റ് ചെയ്യുക. മനസ്സിലായാലോ? ഇമ്പോർട്ടന്റ് ആണ്, ഈസി അല്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റിയാക്ഷൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.